ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മെയ് മാസത്തിലെ അത്ഭുതങ്ങൾ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 35-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബാനോന്റെ മഹത്വവും കർമ്മേലിൻ്റെയും ഷാരോൻ്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും. മെയ് മാസത്തിൽ നിർജ്ജന പ്രദേശങ്ങൾ ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കട്ടെ. യഹോവയുടെ മഹത്വവും ദൈവത്തിൻ്റെ തേജസ്സും വെളിപ്പെടട്ടെ. മെയ് മാസം വസന്തകാലം ആരംഭിക്കുന്ന സമയമാണ്. വടക്കൻ അർദ്ധഗോളത്തിൽ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ വസന്തകാലം ആരംഭിക്കുന്ന മാസമാകുന്നു. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ വസന്തകാലം ആരംഭിക്കുന്ന സമയമാകുന്നു മെയ് മാസം. തളിർക്കുവാൻ തുടങ്ങുന്നു, പൂക്കുവാൻ തുടങ്ങുന്നു, വീണ്ടും ജീവൻ സജീവമാകുവാൻ തുടങ്ങുന്നു, വളർച്ച സംഭവിക്കുന്നു. ഒരു വളർച്ചയുടെ സമയം, തളിർത്ത് പൂത്തു തുടങ്ങുന്ന സമയം. അങ്ങനെ ഒരു വലിയ മാറ്റം, പ്രത്യേകിച്ചും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ തണുപ്പുകാലം മാറിയിട്ട് വസന്തകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആകമാനം മനോഹരമാണ്. വിവിധങ്ങളാകുന്ന പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന സമയമാകുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം മെയ് മാസത്തിൽ അല്പം ചൂടുണ്ട്, എന്നാൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഈ മെയ് മാസം കഴിയുന്നതോടുകൂടെ മഴക്കാലം ആരംഭിക്കാൻ പോകുകയാണ്. ജൂൺ മാസം വരുവാൻ പോകുന്നു, സ്കൂൾ തുടങ്ങാൻ പോകുന്നു. അവിടെ ഒരു മാറ്റമാണ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ മാസങ്ങളിലൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. മെയ്യിൽ വരുമ്പോൾ അപ്പോഴും ചൂടാണ്. അതിനുശേഷം ജൂണിലേക്ക് പ്രവേശിക്കുമ്പോൾ മഴ പെയ്യുവാൻ പോകുന്നു. അത് നമുക്കൊരു വലിയ പ്രതീക്ഷ നൽകുന്നു. അങ്ങനെയെങ്കിൽ പൊതുവിൽ ഇതൊരു മാറ്റത്തിൻ്റെ സമയമാണ്, ഒരു ട്രാൻസിഷൻ്റെ സമയമാകുന്നു. മറ്റു രാജ്യക്കാർക്ക് വസന്തകാലം ആരംഭിക്കുവാൻ പോകുകയാണ്. തണുപ്പുകാലം മാറിയിട്ട് അവിടെയും ഒരു മാറ്റം സംഭവിക്കുകയാണ്. നമുക്കും മെയ്യിൽ ഒരു വലിയ പ്രതീക്ഷ ഉണ്ടാകുന്നു. ജൂൺ ആകുമ്പോഴേക്കും ഒരു മാറ്റം സംഭവിക്കുവാൻ പോകുന്നു. ഈ നിലയിൽ സന്ദേശം സ്വീകരിക്കുകയാണ് എങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളർച്ചയുടെ നല്ല ദിവസങ്ങളെ പരിശുദ്ധാത്മാവ് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു വളർച്ചയുടെ മാസമായിരിക്കട്ടെ. മാത്രവുമല്ല, ഇത് ഒരു പുതുമയുടെ മാസമായിരിക്കട്ടെ. പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു മാസമായിരിക്കട്ടെ. പുതിയ ആരംഭങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമായിരിക്കട്ടെ. ഇതൊരു വളർച്ചയുടെ മാസമായിരിക്കട്ടെ, പുതിയ ആരംഭങ്ങളുടെ മാസമായിരിക്കട്ടെ. അവിടെ കൊണ്ടും തീരുന്നില്ല. ഈ മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. മെയ് മാസത്തിൽ 24-ാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് പെന്തക്കോസ്ത് ഞായറാഴ്ചയാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പെന്തക്കോസ്തിന് വളരെ പ്രാധാന്യമുണ്ട്. പെന്തക്കോസ്ത് ഒരു കൊയ്ത്തുത്സവമാകുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം പെന്തക്കോസ്ത് ഒരു ഉണർവിൻ്റെ അടയാളമാണ്. അതുകൂടെ നമുക്ക് സ്വീകരിക്കാം. ഈ മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയ കൊയ്ത്ത് ലഭിക്കുവാൻ പോകുന്നു. പല മേഖലകളിലും ദൈവം വലിയ കൊയ്ത്ത് നൽകി തരുവാൻ പോകുന്നു. ഒരു ഉണർവിൻ്റെ സമയമായിട്ട് ഈ മാസം തീരട്ടെ. പലരുടെയും ജീവിതത്തിൽ ശക്തമാകുന്ന ആത്മീയ ഉണർവുകൾ സംഭവിക്കുന്ന ഒരു സമയമായിട്ട് മെയ് മാസം തീരട്ടെ. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പെന്തക്കോസ്തിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പെന്തക്കോസ്ത് ഞായറാഴ്ച മെയ് മാസം 24-ാം തീയതി ആകുന്നുവല്ലോ.
യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പെന്തക്കോസ്തിന് വളരെ പ്രാധാന്യമുണ്ട്. പെന്തക്കോസ്ത് എന്നുള്ള പദം യവനായ ഭാഷയിൽ നിന്നാകുന്നു ബൈബിളിൽ വന്നിരിക്കുന്നത്. എല്ലാ ഭാഷയിലും പെന്തക്കോസ്ത് എന്ന പദം തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു ഭാഷക്കാരും ആ പദത്തെ അവരുടെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയില്ല. മലയാളത്തിലും നമ്മൾ പെന്തക്കോസ്ത് എന്നാണ് പറയുന്നത്. പെന്തക്കോസ്ത് യഥാർത്ഥത്തിൽ യവനായ വാക്കാകുന്നു. എബ്രായ ഭാഷയിലേക്ക് പോവുകയാണെങ്കിൽ ഷവ്വാട്ട് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് യഹൂദന്മാർക്ക് ഈ ഷവ്വാട്ടിൻ്റെ ദിനത്തിൽ പ്രാധാന്യമുണ്ടായത്? അതിൻ്റെ പഴയ ചരിത്രത്തിലേക്ക് പോകുകയാണ് എങ്കിൽ, മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം അവർ യാത്ര ആരംഭിച്ച് 50-ാമത്തെ ദിവസം സീനായിയുടെ മുകളിൽ മോശ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് കൽപ്പലകകൾ സ്വീകരിക്കുന്നു. 10 കൽപ്പന എഴുതിയിരിക്കുന്ന കൽപ്പലകകൾ സ്വീകരിക്കുന്നു. ന്യായപ്രമാണം ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം കൊടുക്കുന്ന സുദിനമാകുന്നു 50-ാമത്തെ ദിവസം. മിസ്രൈമിൽ നിന്ന് യാത്ര തിരിച്ച് കൃത്യമായിട്ട് അവർ മരുഭൂമിയിൽ എത്തിച്ചേർന്ന് 50-ാം ദിവസമാകുന്നു മോശ ദൈവത്തിൻ്റെ പക്കൽ നിന്ന്, യഹോവയുടെ പക്കൽ നിന്ന് ന്യായപ്രമാണം സ്വീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അന്നത്തെ ദിവസമാകുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന ജനത ഒരു രാജ്യമായി തീരുന്നത്. ഇസ്രായേൽ സ്ഥാപിതമായി തീരുന്നത് ഷവ്വാട്ട് ദിനത്തിലാകുന്നു. അതാണ് ഷവ്വാട്ടിൻ്റെ ഒന്നാമത്തെ പ്രാധാന്യം. യഹൂദന്മാരുമായുള്ള ബന്ധത്തിൽ ഒന്നാമത്തെ പ്രാധാന്യം അതാകുന്നു. അവരൊരു രാജ്യമായി തീർന്നത്, അവർക്ക് ന്യായപ്രമാണം ലഭിച്ചത് പെന്തക്കോസ്ത് ദിവസത്തിലാകുന്നു. ഇനി രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഷവ്വാട്ടിൻ്റെ പെന്തക്കോസ്തിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത്, ലേവ്യ പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഉത്സവങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഉത്സവങ്ങളുടെ പട്ടികയിൽ പെന്തക്കോസ്ത് കാണുവാൻ കഴിയുന്നു. അത് ആദ്യഫല പെരുന്നാളെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ കൊയ്ത്ത് പെരുന്നാളെന്ന് നമുക്ക് വിളിക്കുവാൻ കഴിയും. ആ സമയത്താണ് അവരുടെ ഗോതമ്പ് കൊയ്ത്ത്, യവക്കൊയ്ത്തൊക്കെ നടക്കുന്നത്. വിശേഷിച്ചും 7 പ്രധാനപ്പെട്ട ഫലങ്ങളുമായിട്ട് അവർ കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി ആലയത്തിൽ വരും. ഗോതമ്പ്, യവം, മുന്തിരി, അത്തിപ്പഴം, മാതളം, ഒലിവ്, ഈന്തപ്പഴം, ഇങ്ങനെ 7 പ്രധാനപ്പെട്ട ഫലങ്ങൾ. ഗോതമ്പ്, യവം, പിന്നെ പഴങ്ങളുമുണ്ട്. മുന്തിരിപ്പഴം, അത്തിപ്പഴം, ഈന്തപ്പഴം, ഇതൊക്കെ ഈ പഴങ്ങളുടെ ആദ്യ ഫലങ്ങളും ഗോതമ്പ്, യവം, ഒലിവ് തുടങ്ങിയവയുടെ ആദ്യ ഫലങ്ങളും ഇതെല്ലാമായിട്ട് ഇവർ ആരാധനയ്ക്ക് വേണ്ടി ദേവാലയത്തിൽ കടന്നു വരും. അതിന് മിഷ്ന ബിഖൂരീം എന്ന് വിളിക്കാറുണ്ട്. ബിഖൂരീം, മിഷ്ന ബിഖൂരീം. മിഷ്ന ബിഖൂരീമിലാണ് 7 ഫലങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് വേണ്ടി വരുന്നത്. അത്തരത്തിൽ യെരുശലേമിൽ ആദ്യഫല പെരുന്നാൾ, കൊയ്ത്ത് പെരുന്നാൾ നടക്കുന്ന ആ വലിയ ഉത്സവത്തിൻ്റെ സമയത്താകുന്നു, ആ പെന്തക്കോസ്ത് ദിനത്തിലാകുന്നു പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ, അവിടെ കൂടിയിരുന്ന 120 പേരുടെ മേൽ ഇറങ്ങി വന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി സംഭവിച്ചത്. സമാനമാകുന്ന കാര്യങ്ങൾ ഈ മെയ് മാസത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവസന്നിധിയിൽ ഹൃദയപൂർവമായ ആരാധന ഉയർത്തണം. നമുക്കിപ്പോൾ അത്തിപ്പഴവും മുന്തിരിപ്പഴവും ഈന്തപ്പഴവും മാതളനാരകവും ഗോതമ്പും യവവും ഒലിവുമായിട്ടൊന്നും ആരാധനാലയത്തിൽ പോകേണ്ട കാര്യമില്ല. അതിനേക്കാൾ വിലപിടിപ്പുള്ള നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ജീവിതം സമ്പൂർണമായിട്ടും നിങ്ങൾക്ക് ഉള്ളതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആരാധന ഉയർത്തുക. ഈ മെയ് മാസത്തിൽ ഏറെ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കുക. രാത്രികാലങ്ങളിലൊക്കെ ഏറെ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കുക. അവിടുത്തെ സന്നിധിയിൽ നന്ദിയോടുകൂടെ സ്തുതിക്കുക. ഈ കഴിഞ്ഞുപോയ ജാനുവരി മുതൽ ഇതുവരെയുള്ള ഈ സമയം വരെയുള്ള നന്മകളെ, വിടുതലുകളെ, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്തുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ ആരാധന ഉയർത്തുക. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആരാധന ഉയർത്തുക. അപ്പോൾ എന്തിലേക്ക് കർത്താവ് നമ്മെ കൈപിടിച്ച് നടത്തും?
ഒരു വളർച്ചയിലേക്ക് കർത്താവ് നമ്മെ കൈപിടിച്ച് നടത്തും. നമുക്കൊരു സ്പിരിച്വൽ ഗ്രോത്ത് തന്നെ കർത്താവ് നൽകി തരുവാൻ പോകുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുകയാണെങ്കിൽ അവിടുന്ന് നമുക്ക് ആത്മീയ വളർച്ച നൽകിത്തരും. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ എന്തൊക്കെയാണെന്ന് കർത്താവ് കാണിച്ചു തരും, പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. അതിനെയെല്ലാം ഒന്ന് മാറ്റിക്കളഞ്ഞ് നമ്മുടെ ജീവിതത്തെ ഒന്ന് നന്നാക്കിയെടുത്താൽ അടുത്ത ജൂൺ മുതൽ ഒരു വലിയ മുന്നേറ്റത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടവരായിട്ട് ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടുവാൻ കഴിയും. ഒരു വളർച്ച, ആത്മീക മേഖലയിൽ ഒരു വളർച്ച ലഭിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു വളർച്ച ലഭിക്കട്ടെ. നിങ്ങളുടെ ആരാധനയിൽ ഒരു വളർച്ച ലഭിക്കട്ടെ. ദൈവവചനവുമായി സമയം ചിലവഴിക്കുന്നതിൽ ഒരു വളർച്ച ലഭിക്കട്ടെ. ആ വളർച്ച കാണത്തക്കവണ്ണമുള്ള ഒരു വളർച്ചയായി തീരട്ടെ. ഈ വസന്തകാലം വരുമ്പോഴേക്കും നമുക്ക് ചുറ്റും പുഷ്പങ്ങൾ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരു മാറ്റം ആകമാനം പ്രകൃതിയിൽ കാണുവാൻ കഴിയും. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം മറ്റുള്ളവർ കാണത്തക്കവണ്ണം ഈ മാസത്തിൽ ഒരു വളർച്ച സംഭവിക്കട്ടെ. കർത്താവ് ഒരു വലിയ വളർച്ചയിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആത്മീക മേഖലയിൽ ഒരു വളർച്ച സംഭവിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഫലങ്ങൾ മറ്റു പല മേഖലകളിലും സംഭവിക്കും. നിങ്ങളിപ്പോൾ ഒരു ബിസിനസ്സുകാരനാകുന്നുവെങ്കിൽ നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ ഒരു വളർച്ച സംഭവിക്കും. കൃഷിക്കാരനാകുന്നുവെങ്കിൽ ആ മേഖലയിൽ ഒരു വളർച്ച സംഭവിക്കും. അങ്ങനെ ഭൗതിക മേഖലയിലും വളർച്ച നൽകിത്തരുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഒരു മാസമായി ഈ അത്ഭുത മാസം, മെയ് മാസം ഒരു അത്ഭുത മാസമായി തീരട്ടെ. ഒരു വലിയ വളർച്ചയിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. മാത്രവുമല്ല, അവിടെ കൊണ്ട് തീരുന്നില്ല. അതിനോട് കൂടെ തന്നെ കർത്താവ് അവിടുന്ന് നമുക്ക് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു പുതിയ തുടക്കങ്ങൾ. നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ ആരംഭിച്ചത് തന്നെ ഒരു പുതിയ തുടക്കമായിരുന്നല്ലോ. ഒരുവൻ ക്രിസ്തുവിലായാൽ 2 കൊരിന്ത്യർ 5:17 നമ്മൾ വായിക്കുന്നത് പോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പുതിയ തുടക്കങ്ങൾ, അവിടെ തന്നെ ഒരു പുതിയ തുടക്കമാണ് സംഭവിക്കുന്നത്. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതേപോലെയുള്ള പുതിയ കാര്യങ്ങൾ സംഭവിക്കട്ടെ. യേശുക്രിസ്തുവുമായി വ്യക്തിപരമാകുന്ന ബന്ധമില്ലാത്ത ആരെങ്കിലും എൻ്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നുവെങ്കിൽ ഇതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുതിയ കാര്യം. ജീവിതത്തിൽ ആകമാനം ഇന്നുവരെ നടന്ന സംഭവങ്ങളിൽ ഏറ്റവും വലിയൊരു പുതിയ കാര്യമായിട്ട് ഇത് സംഭവിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക. ഈ നിമിഷത്തിൽ തന്നെ നിങ്ങൾക്ക് പുതിയ സൃഷ്ടിയായി തീരുവാൻ കഴിയും. പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നു. മെയ് മാസത്തിൽ പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നു. മെയ് മാസത്തിൽ പുതിയ തുടക്കങ്ങളെ പരിശുദ്ധാത്മാവ് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. മെയ് മാസത്തിൽ നിങ്ങൾക്ക് പുതിയ ദേശങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുവാൻ പോകുന്നു. മെയ് മാസത്തിൽ നിങ്ങൾക്ക് പുതിയ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുവാൻ പോകുന്നു. നിങ്ങൾ ആത്മീക ശുശ്രൂഷയിലായിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷാ മേഖലയിൽ പുതിയ തുടക്കങ്ങളെ പരിശുദ്ധാത്മാവ് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. ന്യൂ ബിഗിനിങ്. ഈ മാസത്തിൽ പുതിയ തുടക്കങ്ങൾ, പുതിയ ആരംഭങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുക. വളർച്ച, പുതിയ ആരംഭം, അതോടൊന്നിച്ച് തന്നെ കൊയ്ത്ത്. ഇത് പെന്തക്കോസ്ത് ഞായറാഴ്ച ഉൾപ്പെട്ടിരിക്കുന്ന ഒരു മാസമാകുന്നു. അതിനാൽ കൊയ്ത്തുകൾ സംഭവിക്കാൻ പോകുകയാണ്. പല മേഖലകളിൽ കൊയ്ത്തുകൾ സംഭവിക്കുവാൻ പോകുന്നു. ശുശ്രൂഷയിലായിരിക്കുന്നവരോട് ഞാൻ വിനയപരിശ്രമം ഓർപ്പിക്കട്ടെ, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ശുശ്രൂഷയിൽ ഒരു കൊയ്ത്ത് സംഭവിക്കുവാൻ പോകുകയാണ്. അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുന്ന മാസമായി തീരട്ടെ മെയ് മാസം. ഒരു കൊയ്ത്തിനെ കർത്താവ് അയക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ പെന്തക്കോസ്ത് നാളുമായുള്ള ബന്ധത്തിൽ അത് ആദ്യഫല പെരുന്നാളാകുന്നുവല്ലോ. അന്ന് അവർക്ക് ലഭിച്ച പുതിയ ധാന്യമണികൾ കൊണ്ട് അപ്പമുണ്ടാക്കിയിട്ട് പെന്തക്കോസ്ത് നാൾ ഭക്ഷിക്കും. അതോടുകൂടെ പഴയ ധാന്യമണി കൊണ്ട് അപ്പമുണ്ടാക്കുന്നത് ആ വർഷം അന്നതങ്ങ് തീരുകയാണ്. പിന്നെ തുടർന്ന് അവർക്ക്
കൊയ്ത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പുതിയ ധാന്യമണി കൊണ്ടാണ് അവർ അപ്പമുണ്ടാക്കി കഴിക്കുന്നത്. എല്ലാ മേഖലകളിലും ഒരു കൊയ്ത്ത് സംഭവിക്കുമ്പോൾ പല പഴയ അനുഭവങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് പുതിയ അനുഭവങ്ങളെ കർത്താവ് നൽകിത്തരും. പെന്തക്കോസ്ത് നാളിൽ തന്നെ എന്തൊരു വലിയ കൊയ്ത്താണ് സംഭവിച്ചത്. 120 പേർ മാത്രമുണ്ടായിരുന്ന ആ പ്രിയപ്പെട്ടവരുടെ നടുവിലേക്ക് 3000-ലധികം ആളുകൾ ചേർന്ന് വരികയുണ്ടായില്ലേ? അങ്ങനെ അതൊരു വലിയ പുതിയ അനുഭവമായിട്ട് മാറിയില്ലേ? അവരൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തൊരു പുതിയ അനുഭവമായി മാറി. 3000-ലധികം ആളുകൾ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു നിലയിലേക്ക് യെരുശലേമിലെ സഭ വളർന്നതുപോലെയുള്ള വളർച്ചകളെ നൽകി തരുവാൻ കർത്താവാകുന്ന യേശു ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടുകൂടെ ആ വളർച്ചയെ നിങ്ങൾ സ്വീകരിക്കുക. അവിടെ കൊണ്ടു തീരുന്നില്ല. ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുവാൻ പോകുന്നത് ഒരു ഉണർവിലാകുന്നു. ഒരു വലിയ ആത്മീയ ഉണർവ് സംഭവിക്കുവാൻ പോകുന്നു. പ്രാർത്ഥനയിൽ ഒരു വലിയ ഉണർവ് സംഭവിക്കുവാൻ പോകുന്നു. അഭിഷേകത്തിൽ ഒരു വലിയ ഉണർവ് സംഭവിക്കുവാൻ പോകുന്നു. അന്യഭാഷയിൽ ഒരു വലിയ ഉണർവ് സംഭവിക്കുവാൻ പോകുന്നു. ശാരീരിക ആരോഗ്യ മേഖലയിൽ ഒരു വലിയ ഉണർവ് സംഭവിക്കുവാൻ പോകുന്നു. സാമ്പത്തിക മേഖലയിൽ ഒരു വലിയ ഉണർവ് സംഭവിക്കുവാൻ പോകുന്നു. പല മേഖലകളിൽ നടക്കുന്ന ഉണർവുകളുമായി കർത്താവ് നിങ്ങളെ ഒന്നിപ്പിക്കുവാൻ, നിങ്ങളെ അതുമായിട്ട് ബന്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വലിയ ഉണർവിലേക്കും പരിശുദ്ധാത്മാവ് നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. മെയ് മാസത്തിൽ കർത്താവ് നമുക്ക് പുതിയ തുടക്കങ്ങളെ, പുതിയ ആരംഭങ്ങളെ നൽകിത്തരുന്നു. മെയ് മാസത്തിൽ കർത്താവ് നമുക്ക് വളർച്ച നൽകിത്തരുന്നു. മെയ് മാസത്തിൽ കർത്താവ് നമുക്ക് കൊയ്ത്തിനെ നൽകിത്തരികയാണ്. മെയ് മാസത്തിൽ കർത്താവ് നമുക്ക് ഉണർവിനെ നൽകിത്തരുന്നു. വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് മഹാത്ഭുതങ്ങൾ ചെയ്യട്ടെ. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ അത്ഭുതകരമാകുന്ന ഒരു പുതിയ മാസമാക്കി മെയ് മാസത്തെ തീർത്തിരിക്കുന്നതിനായി സ്തോത്രം. വസന്തകാലം വിവിധ സ്ഥലങ്ങളിൽ പൊട്ടിപ്പുറപ്പെടുന്ന ഈ മാസത്തിൽ കർത്താവെ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും അഭിഷേകത്തിൻ്റെ ഒരു പകർച്ച ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയ വളർച്ച സംഭവിക്കട്ടെ. പുതിയ ആരംഭങ്ങൾ സംഭവിക്കട്ടെ. വലിയ ഒരു കൊയ്ത്ത് സംഭവിക്കട്ടെ. അതോടൊന്നിച്ച് തന്നെ കർത്താവെ, വലിയൊരു ആത്മീക ഉണർവ് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ തുടരണം കർത്താവെ. രോഗികൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുത സൗഖ്യങ്ങളെ കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടുകളിലായിരിക്കുന്നവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിശയങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വാതിലുകൾ തുറക്കണം കർത്താവെ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി വാതിലുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരുമായി ദയവായി പങ്കുവയ്ക്കണമേ എന്ന് വിനയപരിസരം ഓർപ്പിക്കുന്നു. മാത്രവുമല്ല, ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.